ഒരിക്കൽ ഒരാൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച തൻ്റെ പറക്കമുറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന രംഗമാണ്. ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്തേ മക്കൾ ഇന്ന് നേരത്തെ ഉറങ്ങിപ്പോയോ? അവർ ഭക്ഷണം കഴിച്ചില്ലേ? അവർ നിസ്കരിച്ചില്ലേ? ഭർത്താവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞുപോയി. വളരെ പ്രയാസത്തോടുകൂടി ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, അതെ, അവർ ഉറങ്ങിപ്പോയി. അവർക്ക് ഇന്നീ വീട്ടിൽ കൊടുക്കാൻ ഭക്ഷണമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വിശന്ന് കരയുകയായിരുന്നു. എന്നോട് ഭക്ഷണം ചോദിച്ചു. അവസാനം നിസ്സഹായയായ ഞാൻ ചെറിയ ചെറിയ കഥകൾ പറഞ്ഞവരെ കേൾപ്പിച്ചു. ആ കഥകൾ കേട്ട് അവരറിയാതെ ഉറങ്ങിപ്പോയി എന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, അവരെ വിളിച്ചുണർത്താം, പക്ഷേ അവർ ഉണർന്നാൽ ഭക്ഷണത്തിന് വേണ്ടി കരയും. ഈ വീട്ടിൽ ഭക്ഷണമായിട്ടൊന്നുമില്ല. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ന് ഭാര്യ ചോദിച്ചു. ഭർത്താവ് വിശുദ്ധ ഖുർആൻ സൂറത്ത് താഹയിലെ ഒരു ആയത്തോതി, വഅമുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. നബിയെ, താങ്കൾ താങ്കളുടെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. താങ്കൾ ആ നമസ്കാരത്തിൽ ക്ഷമയോടെ നിരതനാകുകയും ചെയ്യണം. നാം താങ്കളോട് അന്നം ചോദിക്കുന്നില്ല. താങ്കൾക്ക് അന്നം നൽകുന്നത് നാമാണ്. തീർച്ചയായും അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. ഈ ആയത്തോതി കേൾപ്പിച്ചിട്ട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, മക്കളെ വിളിച്ചുണർത്തൂ, അവരെ നിസ്കരിപ്പിക്കൂ. ഭാര്യ ഭർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തി. അവർ ഒളുവെടുത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മുമ്പിൽ നിന്നും വീടിൻ്റെ വാതിലിൽ ആരോ വന്ന് മുട്ടുന്നു. കതക് തുറന്നു നോക്കുമ്പോൾ ഒരു ആഗതൻ, ഒരു അപരിചിതനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട്. വിഭവസമൃദ്ധമായ വ്യത്യസ്തങ്ങളായ പഴങ്ങളും ഭക്ഷണങ്ങളും മറ്റു വിഭവങ്ങളുമുണ്ട്. ഇത് കണ്ട് ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ വീട്ടുകാരൻ ചോദിച്ചു, ആഹാ, ആരാ നിങ്ങൾ? എവിടെ നിന്ന് വരുന്നു? എന്താണ് ഭക്ഷണമൊക്കെയായിട്ട്? അദ്ദേഹം പറഞ്ഞു, ഈ ഭക്ഷണം നിങ്ങൾ സ്വീകരിക്കണം. എൻ്റെ വീട്ടിലൊരു അതിഥി വന്നു. ആ അതിഥിയുമായി ഞാനൊരു ചെറിയ തർക്കത്തിലേർപ്പെട്ടു. അവസാനം അതിഥി എന്നോട് പിണങ്ങി അയാൾ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണം എനിക്ക് വേണ്ട. എനിക്ക് വലിയ പ്രയാസമായി. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, അതിഥിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഈ ഭക്ഷണം നീ പാഴാക്കരുതേ, അർഹരിലേക്ക് നീ ഇതെത്തിക്കണമേ എന്ന്. അങ്ങനെ ഈ ഭക്ഷണവുമായി ഇറങ്ങി പുറപ്പെട്ട ഞാൻ എത്തപ്പെട്ടത് നിങ്ങളുടെ വീട്ടിലാണ്. നിങ്ങൾ ഈ ഭക്ഷണം സ്വീകരിക്കണം. വീട്ടുകാരൻ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൽ നിന്നും ആ ഭക്ഷണം സ്വീകരിച്ചു.